ഗുഡ് ആഫ്റ്റർനൂൺ വ്യൂസ്. ഞാൻ രാവിലെ പറഞ്ഞിരുന്നു നിഫ്റ്റി ലെവൽസ് 25,200 സ്റ്റിഫ് റെസിസ്റ്റൻസിനെ കുറിച്ചിട്ട്. സോ ജസ്റ്റ് നിഫ്റ്റി 25,200 ബ്രേക്ക് ചെയ്യുന്നില്ല. സോ ലെറ്റ് us സി. ഞാൻ ഇന്ന് എനിക്ക് തോന്നുന്നത് വെച്ചാൽ മാർക്കറ്റിൽ ദർ ഈസ് എ സേയിങ് നോ ട്രീ ഗ്രോസ് ടു ദ സ്കൈ ആൻഡ് നോ ബുൾ മാർക്കറ്റ് ലാസ്റ്റ് ഫോർ എവർ. സോ നിഫ്റ്റിനെ കുറിച്ച് ചില സമയത്ത് ആലോചിക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത് നോ ട്രീ ഗ്രോസ് ടു ദ സ്കൈ ആൻഡ് നോ ബുൾ മാർക്കറ്റ് ലാസ്റ്റ് ഫോർ എവർ. എനിവേ ഞാൻ ഇന്ന് ഇപ്പോൾ പറയാൻ വിചാരിച്ചിരിക്കുന്ന ഒരു കാര്യത്തെ കുറിച്ച്, നിങ്ങൾക്ക് ഈ ഫിലിപ്പ് മോറിസ് എന്ന് പറഞ്ഞ ഒരു കമ്പനീനെ കുറിച്ചിട്ട് കേൾക്കാത്ത കൂട്ടർ ലോകത്തിൽ ആരും ഉണ്ടാവില്ല. പക്ഷെ ഫിലിപ്പ് മോറിസിനെ കുറിച്ച് പല ആൾക്കാരും കേട്ടിട്ടുണ്ടാവും. പക്ഷേ ഈ മാൾബ്രോ സിഗരറ്റിനെ കുറിച്ച് എല്ലാവർക്കും അറിയായിരിക്കും. നമ്മളൊക്കെ ഈ മാൾബ്രോ സിഗരറ്റ് എന്ന് വെച്ചാൽ അതൊരു ലോകത്ത് തന്നെ വൺ ഓഫ് ദി മോസ്റ്റ് സക്സസ്ഫുൾ അഡ്വർടൈസ്മെന്റ് ക്യാമ്പയിൻ ആയിരുന്നു. അതുപോലെ ഈ മാൾബ്രോ മെൻ എന്ന് പറഞ്ഞൊരു സിഗരറ്റിനെ ക്രിയേറ്റ് ചെയ്ത ഈ കമ്പനി ആയിരുന്നു, ഫിലിപ്പ് മോറിസ് ആയിരുന്നു. അതാണ് വൺ ഓഫ് ദി മോസ്റ്റ് റെക്കഗ്നൈസ്ഡ് ഐക്കോൺസ് ഇൻ ദ വേൾഡ്. മാൾബ്രോ ആയിരുന്നു. ഈ ഫിലിപ്പ് മോറിസിന്റെ ഇന്ത്യയിലുള്ള കമ്പനി ആയിരുന്നു ഗോഡ്ഫ്രീ ഫിലിപ്സ് എന്ന് പറഞ്ഞ കമ്പനിയൊക്കെ അറിയായിരിക്കുമല്ലോ. ഇറ്റ്സ് എ വണ്ടർഫുൾ കമ്പനി. കാരണം വെച്ചാൽ നിങ്ങൾ ആലോചിക്കണം, മാർച്ച് മാസം ഈ കമ്പനിയെ ഈ കൊല്ലം മാർച്ച് 2025 ദ പ്രൈസ് വാസ് സംവെയർ ബിലോ 4,300 ആയിരുന്നു. സോ മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, സോ ദ സ്റ്റോക്ക് പ്രൈസ് വെന്റ് അപ്പ് ടു 9,220. സോ നിങ്ങൾ ആലോചിക്കണം എത്രമാത്രം റിട്ടേൺസ് ആയി സ്റ്റോക്ക് തന്നിട്ടുള്ളതെന്ന്. സോ എനിവേ ഗോഡ്ഫ്രീ ഫിലിപ്സ് എന്ന് വെച്ചാൽ പണ്ട് ഫിലിപ്പ് മോറിസ് ആയിരുന്നു കുറേ ഹോൾഡിംഗ് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ആ കമ്പനി ഒരു മോഡി എൻ്റർപ്രൈസ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് കുറേ അതിൻ്റെ അകത്ത് സ്റ്റോക്ക് വാങ്ങിച്ചിട്ടുണ്ട്. സോ എനിവേ ഞാൻ ഫിലിപ്പ് മോറിസിനെ പറഞ്ഞു വെച്ചാൽ ഫിലിപ്പ് മോറിസ് സിഗരറ്റ് ബിസിനസ് മാത്രമല്ല, കഴിഞ്ഞ 65 കൊല്ലം ഈ ഫിലിപ്പ് മോറിസ് കമ്പനി എടുക്കാമെങ്കിൽ അതിന് 18% റിട്ടേൺസ് കൊടുത്തിട്ടുണ്ട്. ഇറ്റ്സ് ഓൾമോസ്റ്റ് ഡബിൾ ആസ് എസ് എൻ പി കമ്പനീനെ കാട്ടും 500 ഫേംസിനെ കാട്ടും റിട്ടേൺസ് കൊടുത്തൊരു കമ്പനിയാണ്. 10.78% എസ്.എൻ.പി കൊടുത്ത് റിട്ടേൺസ് കൊടുത്തുള്ളൂ 65 കൊല്ലമായിട്ട്. സോ ഫിലിപ്പ് മോറിസ് ഇത്ര വലിയ പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ട് കമ്പനി ഉണ്ടാക്കുന്നുണ്ടെങ്കിലും തന്നെ ദേ ഹാവ് എ ഹ്യൂജ് ബെനിഫിറ്റ് ഫോർ ദ ഷെയർ ഹോൾഡേഴ്സ്. സോ ദേ ബോട്ട് ലോട്ട് ഓഫ് 10 other ഒറിജിനൽ എസ്.എൻ.പി 500 ഫേംസ് സച്ച് എസ് ജനറൽ ഫുഡ്സ് അവരുടെ കമ്പനിയാണ്. ഡെൽമോണ്ടെ എന്ന് പറഞ്ഞൊരു കമ്പനിയൊക്കെ അറിയാം. നമ്മൾ ഈ ബനാനസ് ഒക്കെ ഗൾഫിലൊക്കെ വർക്ക് അറിയായിരിക്കും. സ്റ്റാൻഡേർഡ് ബ്രാൻഡ്സ്, നാഷണൽ ഡയറി, നബിസ്കോ, ഇതൊക്കെ ഇവരെ കമ്പനി വാങ്ങിച്ചിട്ട് ഷെയർ ഹോൾഡേഴ്സിന് കുറേ ബെനിഫിറ്റ് കൊടുത്ത കമ്പനിയാണ്. അപ്പോൾ ഈ കമ്പനിയുടെ ഹോൾഡിംഗ് ആൾക്കാർക്കും ഇതിനകത്ത് ബെനിഫിറ്റ് കിട്ടിയിരുന്നു. So it created an enormous wealth for the shareholders, Philip Morris. So this just I want to tell ഈ കമ്പനിയെ കുറിച്ച്.